തീർച്ചയായും ഇപ്പോൾ അങ്ങ് ഒരു നിമിഷം തൊട്ട് അങ്ങ് ചോദിച്ച ഈ ചോദ്യങ്ങൾക്കെല്ലാം വസന്ത് തെങ്ങമ്പള്ളി യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള വസന്ത് ഉണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം. ശ്രീ വസന്ത്, മറുപടി പറയാം. ഇതില് ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരം പറഞ്ഞു പോകേണ്ടതുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന പോലീസ് മേധാവിയാണ് അദ്ദേഹത്തിന്റെ സുരക്ഷ തീരുമാനിക്കുന്നതെന്നാണ്. വളരെ ശരിയാണ്. അമലിന് അറിയാമല്ലോ, ഒരു മുഖ്യമന്ത്രിയുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ വിജിലൻസ് മേധാവിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയോടുകൂടിയാണ്. വിജിലൻസ് മേധാവി പറയും, അങ്ങ് കോട്ടയം വഴി പോകുന്നു, 4 ഈച്ച അതുവഴി പറന്നു പോകാൻ സാധ്യതയുണ്ട്, ആ 4 ഈച്ചയെ നമ്മൾ പിടിച്ചു കെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആരംഭമാണ് ഒരു ദിവസം ആരംഭിക്കുക. എന്നാൽ മുഖ്യമന്ത്രിക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല. ഇത്രമാത്രം ഒരു ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന രീതിയിൽ ഒരു സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥ നടന്നു പോകുമ്പോൾ അതിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽ സംസ്ഥാനത്ത് ഒരു മാതൃകയുണ്ട്. സഹാവ് പിണറായി വിജയന് നേരെ ഇതുവരെ യാതൊരുവിധ ആക്രമണങ്ങളും നടന്നിട്ടില്ലല്ലോ. എങ്കിൽ MK സ്റ്റാലിൻ അവിടെ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് മന്ത്രിസഭയിൽ അംഗമായിരിക്കുമ്പോൾ സ്റ്റാലിന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വധശ്രമം ഉണ്ടായി. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് Z+ കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തി. ആ സുരക്ഷ അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം വലിയ വിവാദങ്ങളിലേക്ക് പോയി. മദ്രാസ് ഹൈക്കോടതി അതിനെ ചോദ്യം ചെയ്തു. മദ്രാസ് ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞു, മുഖ്യമന്ത്രി കടന്നു പൊക്കോട്ടെ, കുഴപ്പമില്ല, സഹാവ് പിണറായിക്ക് കൊടുക്കുന്നത് അത്ര പോലും സുരക്ഷാ സന്നാഹങ്ങളോ അവിടെ ഇല്ലാന്ന് ഓർക്കണം. മദ്രാസ് ഹൈക്കോടതി പറഞ്ഞു, മുഖ്യമന്ത്രി കടന്നു പൊക്കോളൂ, പക്ഷെ ജനങ്ങൾക്കും കടന്നു പോകണം. ഉടനെ സ്റ്റാലിൻ തീരുമാനമെടുത്തു, എനിക്കൊപ്പമുള്ള വണ്ടികളിൽ 50% വെട്ടിക്കുറയ്ക്കുന്നു, 6 വാഹനങ്ങൾ മാത്രം മതി എന്ന് തീരുമാനമെടുത്തു. അയൽ സംസ്ഥാനത്ത് മാതൃകയുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അതിലൊരു പങ്കില്ലായിരുന്നോ, മുഖ്യമന്ത്രിക്ക് അത് ചെയ്യാൻ സാധിക്കില്ല എന്നോ നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അസംബന്ധമാണ്, നിയമപരമായി ടെക്നിക്കലി റോങ് ആണ്. അതാണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ്. 2, അദ്ദേഹം പറഞ്ഞത് സമരങ്ങളോട് സമരസപ്പെടേണ്ട. സമ്മതിച്ചെന്നേ, PDPP അടക്കമുള്ള ഒരുപാട് കേസുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി എന്റെ പേരിലുണ്ട്. PDPP അടക്കമുള്ള കേസുകൾ പ്രതീക്ഷിച്ച് തന്നെയാണ് സമരക്കാർ തെരുവിലേക്ക് പോകുന്നത്. എന്നാൽ അങ്ങനെ പോകുന്നവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഗുണ്ടകളെ, പോലീസ് ക്രിമിനൽ സംഘങ്ങളെ ഇവർ ഏർപ്പെടുത്തിയിരിക്കുന്നു. പോലീസിനുള്ളിലെ CPM, പോലീസിനുള്ളിലെ SFI, പോലീസിനുള്ളിലെ DYFI വളരെ കൃത്യമായി സമരക്കാരെ അടിച്ചൊതുക്കാൻ വേണ്ടി, ദേഹോപദ്രവം ചെയ്യാൻ വേണ്ടി ഇവർ തയ്യാറായിരിക്കുന്നു. അപ്പോൾ സമരവുമായി വരുന്ന, കരിങ്കൊടിയുമായി വരുന്നവരെ ഉമ്മ വെച്ച് വിടണോ എന്ന് ആകാശ് തില്ലങ്കേരിയുടെ ഭാഷയിൽ ചോദിച്ചേക്കാം. പക്ഷേ ഉമ്മ വെച്ച് വിടണ്ട, ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് PDPP അടക്കമുള്ള കേസുകൾ ചാർജ് ചെയ്ത് നിങ്ങൾ കോടതിയിൽ ഹാജരാക്കൂ. അതല്ലല്ലോ ഇവിടെ നടക്കുന്നത്. 150 കഴിഞ്ഞ ദിവസം പാല CI പറയുന്നത് നമ്മൾ ഉദ്ധരിച്ചാൽ 150 കിലോമീറ്റർ സ്പീഡിൽ മുഖ്യമന്ത്രിയുടെ വാഹനം പോകണം. മനസ്സിലാവുന്നുണ്ടോ? 150 കിലോമീറ്റർ സ്പീഡിൽ കേരളയിലിനോടൊപ്പം തന്നെ പോകണം മുഖ്യമന്ത്രിയുടെ വാഹനവും എന്നാണ് ഇവർ പറയുന്നത്. 150 കിലോമീറ്റർ സ്പീഡിൽ മുഖ്യമന്ത്രിയുടെ വാഹനം പോകണമെങ്കിൽ മുമ്പിലുള്ള 5-8 കിലോമീറ്റർ മുമ്പിലുള്ള ഈച്ച വരെ അവിടെ നിന്ന് ഓടിച്ചേ മതിയാകൂ. സാധാരണക്കാരൻ മരുന്ന് വാങ്ങിക്കാൻ വെളിയിൽ ഇറങ്ങുമ്പോൾ, കുഞ്ഞിന് പനിയായിട്ട് അവൻ വെളിയിലിറങ്ങി മരുന്ന് മേടിക്കാൻ പോകുന്നവനെ വഴിയിൽ തടഞ്ഞു നിർത്തി, ഇപ്പൊ പോകണ്ട, കൊച്ചിന് തലവേദന എടുത്തോട്ടെ, കൊച്ചിന് പനി പിടിച്ചോട്ടെ, അത് മരിച്ചു പൊക്കോട്ടെ, ഞങ്ങളുടെ വിഷയമല്ല, ഇതാ മഹാരാജാവ് എഴുന്നള്ളുന്നുണ്ട്, ഞങ്ങൾ പാത നേരെയാക്കട്ടെ എന്ന് പറയുന്ന രീതിശാസ്ത്രത്തോടാണ് ഞങ്ങൾക്ക് എതിർപ്പ്. പിന്നെ ഈ പ്രതിഷേധങ്ങളെയൊക്കെ മുഖ്യമന്ത്രി ഇത്രമാത്രം ഭയപ്പെടേണ്ടത്. പണ്ട് ഒരു MLA ഉണ്ടായിരുന്നു ധർമ്മടത്ത് നിന്ന് തന്നെ, നിയമസഭയ്ക്കുള്ളിൽ തന്റെ ചോപ്പ് പറ്റിയ ഷർട്ടുമായി കടന്നു വന്ന് സമരം ചെയ്തതിന്റെ പേരിൽ ചുവന്ന ഷർട്ട്, രക്തം പുരണ്ട ഷർട്ട് ഉയർത്തി കാണിച്ച് നിയമസഭയ്ക്കുള്ളിൽ സമരങ്ങളുടെ പ്രാധാന്യത്തെ വിളിച്ചോടിയ അതേ പിണറായി വിജയൻ തന്നെയാണ് ഇന്ന് ഈ സമരങ്ങളെ മുഴുവൻ ഭയന്ന് പോകുന്നത്. കേരളത്തിനുള്ളിൽ കരിങ്കൊടി പ്രതിഷേധങ്ങളെ ഭയക്കുന്നത് സമ്മതിക്കാം. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ പോയി ഇന്ദ്രന്റെയും ചന്ദ്രന്റെയും വടിവാളുകൾക്കിടയിലൂടെ നടന്ന കഥ തള്ളാൻ പോകുമ്പോൾ അവിടെ പോലും ഈ പറയപ്പെടുന്ന 20-25 അംഗ സംഖ്യയിലുള്ള വലിയൊരു എസ്കോർട്ടിനെയുമായി പോകേണ്ട ആവശ്യകത എന്താണ്? കേരളത്തിൽ ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നത്? വിജിലൻസിന്റെ എന്തെങ്കിലും റിപ്പോർട്ടുണ്ടോ അദ്ദേഹത്തിനെതിരെ വധശ്രമം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിയമസഭയിൽ വെക്കട്ടെന്നേ. നിയമസഭയുടെ മേശപ്പുറത്ത് അദ്ദേഹം അത് വെച്ചുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചാൽ പ്രതിപക്ഷം അദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിക്കാൻ കൂടെ നിൽക്കില്ലേ? പ്രതിപക്ഷം ഐക്യപ്പെടും. എന്നാൽ അങ്ങനെ ഒരു വിജിലൻസ് റിപ്പോർട്ട് പോലും ഇല്ലാതെ കരിങ്കൊടി കണ്ടാൽ കാലിളകും പിണറായിക്ക് എന്നുള്ളത് കൊണ്ട് മാത്രം കരിങ്കൊടിയുമായി വരുന്നവരെ, കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നവരെ, എന്തിനേറെ പറയുമ്പോൾ നാളെ നിങ്ങളുണ്ടല്ലോ കറുത്ത മാസ്കും വെച്ച് അമല് വെളിയിൽ ഇറങ്ങിയാൽ അമലിനെ വരെ PDPP എടുത്ത് ഉള്ളിലും ഈ പോലീസ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇവരുടെ രീതിശാസ്ത്രം. സമരങ്ങളെ പറ്റി എനിക്ക് മുമ്പ് സംസാരിച്ച ഇടത് പ്രതിനിധിയുടെ ഒരു കാര്യത്തോടു കൂടി എനിക്ക് ഉത്തരം പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശാസ്ത്രീയ കോളേജിലെ സമരങ്ങളെ പറ്റിയൊക്കെയാണ്. ശാസ്ത്രീയ കോളേജിലെ സമരങ്ങളുടെ ഭാഗമായി സഹാവ് പുഷ്പനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
ഇതേ സർക്കാർ തന്നെയാണ് സ്വാശ്രയ കോളേജ് വിദ്യാഭ്യാസം പ്രൈവറ്റ് മേഖലയ്ക്ക് തീരെഴുതി കൊടുത്ത സർക്കാരിന്റെ പേരാണ് ഒന്നാം പിണറായി ഗവൺമെന്റ് എന്ന് മറന്നു പോകരുത്. നിങ്ങൾ 4-5 രക്തസാക്ഷികളെ നിങ്ങളുടെ പാർട്ടിയുടെ പേരിൽ ഉണ്ടാക്കി വെച്ചിട്ട് അതേ വിഷയത്തിൽ തന്നെ പ്രൈവറ്റ് മേഖലയ്ക്ക് തീരെഴുതി കൊടുത്തതാ. അപ്പോ സമരക്കാരെ വേണ്ടി പാവപ്പെട്ട ഡിവൈഎഫ്ഐക്കാരെ SFIക്കാരെ വഴിയിലിറക്കി തല്ലുകൊള്ളിച്ചിട്ട് അധികാരത്തിൽ വരുമ്പോൾ അതിന് വിപരീതമായി പെരുമാറുന്നത് നിങ്ങൾ തന്നെയാണ്. നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് കാണാം. ശ്രീ ജയചന്ദ്രൻ, അങ്ങുണ്ടെങ്കിൽ അങ്ങ് ഇവിടെ പ്രതിഷേധത്തിൽ പോലീസ് എടുക്കുന്ന നടപടിക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള വിമർശനങ്ങളും ആ രീതിയിലല്ല. പ്രതിഷേധത്തിന് ഇറങ്ങുന്ന ആളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് നടപടിക്ക് വിധേയമാകും, ആ ഒരു രീതിയിൽ തന്നെയാണ്. പക്ഷേ പോലീസുകാർ നേരത്തെ ശ്രീ എ സജീവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പോലീസുകാരുടെ നടപടികളിലും നിലപാടുകളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ തന്നെ നമ്മൾ കണ്ടതാണ്, ഒരു മരുന്ന് വാങ്ങാൻ വന്ന കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്ത് പോലീസുകാരുടെ ഒരു പ്രതികരണം. അത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയാവുകയും ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പോലും എന്നാൽ അതിനുശേഷം മുഖ്യമന്ത്രിക്ക് ഒരു പ്രസ്താവന ഇറക്കാമല്ലോ, ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൊടുക്കാമല്ലോ. ഇത്തരത്തിൽ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നടപടിയിലേക്ക് പോകേണ്ട കാര്യമില്ല. ആ ഒരു നടപടിയിലേക്ക് ഇതുവരെയും അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ട് അതാണ് ഏറ്റവും വലിയ വിമർശനത്തിന് വിധേയമാകുന്ന കാര്യം.